വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് പൾസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടാറ്റ ഏജിയുടെ മെഡിക്കെയർ പ്രീമിയർ പോളിസിയിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. സോ ദാറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഇൻഷുറൻസ് റിലേറ്റഡ് കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ടാറ്റ ഏജി മെഡിക്കെയർ പ്രീമിയർ പോളിസി ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള ടാറ്റ ഏജി അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എല്ലാം കൂടി ഒത്തിണങ്ങുന്ന ഒരു സങ്കല്പത്തിന് ഒത്തിണങ്ങുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇതിൽ നല്ലൊരു കവറേജ് ഹെൽത്ത് ചെക്കപ്പിന് കിട്ടുന്നുണ്ട്. നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാം. OP ഡെൻ്റലിന് വേണ്ടിയിട്ട് ഒരു പോളിസി എടുത്ത് 2 വർഷം കഴിഞ്ഞാൽ OP ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഒരു സം അഷ്യൂർഡ് കമ്പനി തരുന്നുണ്ട്. ഹൈ എൻഡ് ഡയഗ്നോസിസ് ടെസ്റ്റുകൾക്ക് നമുക്ക് 25,000 രൂപ വരെ കമ്പനി ബേസ് കവറേജിന് പുറമെ കമ്പനി കൊടുക്കുന്നുണ്ട്. മെറ്റേണിറ്റിക്ക് 4 വർഷത്തിന് വെയിറ്റിംഗ് പീരീഡിന് ശേഷം മെറ്റേണിറ്റി ഡെലിവറി കവറേജ് നമുക്ക് കൊടുക്കുന്നുണ്ട്. കൺസ്യൂമബിൾ അടക്കം വരുന്ന ഫുൾ ക്ലെയിം സെറ്റിൽമെൻറ്റ്, റൂം പരിധി കാറ്റഗറി എനി റൂം നമുക്ക് ഈ പോളിസിയിലൂടെ എടുക്കാൻ പറ്റുന്നതാണ്. ICU ഒക്കെ ആക്ച്വലി ഫുള്ളി കവേർഡാണ്. പോളിസി എടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് അഡൽട്ട് മെമ്പേഴ്സിനാണെങ്കിൽ നമുക്ക് ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ സം അഷ്യൂർഡ് നമുക്ക് നോമിനിക്ക് അവർ സെറ്റിൽമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ടാറ്റ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ കെയർ ഫോർ ദി പീപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അതുപോലെയാണ്. ഒരു പോളിസി പർച്ചേസ് ചെയ്താൽ തന്നെ എല്ലാം ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുന്ന പോലെ സംവിധാനത്തിലാണ് ഈ പോളിസി ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടാറ്റ ഏജിയുടെ മെഡിക്കെയർ പ്രീമിയർ പോളിസിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ 2024 ഈ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാണാത്തവരൊന്ന് വീഡിയോ കാണുക. അപ്പോൾ ഈ വീഡിയോ നമുക്ക് മെയിനായിട്ട് ടാറ്റ ഏജി 2025 ജനുവരി മുതൽ നമുക്കിപ്പോൾ എടുക്കുന്ന എല്ലാ പോളിസികളിലും കൊണ്ടുവന്നിട്ടുള്ള ചെറുതായിട്ട് പ്രീമിയം റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ചില ഫീച്ചേഴ്സ് നമുക്ക് കാലം മാറും തോറും നമുക്ക് ആഡ് ഓൺസും അതേപോലെ സൗകര്യങ്ങൾ മാറണമല്ലോ. അപ്പോൾ അതിന് കാലത്തിനൊത്ത ചില ബെനിഫിറ്റ്സ് അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ആ ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമുക്ക് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സം അഷ്യൂർഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില റൈഡേഴ്സാണ് നമുക്ക് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ബാക്കിയുള്ള ബാലൻസ് ഉള്ള റൈഡേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ പ്രീമിയം അടച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ടുള്ള ആ 3 ഇൻബിൽറ്റ് റൈഡേഴ്സ് കമ്പനി കൊടുക്കുന്നതും അതേപോലെ തന്നെ ഒന്ന് രണ്ട് ഈ പറഞ്ഞ ഓപ്ഷണൽ റൈഡേഴ്സ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനപ്പുറം ചില ഓപ്ഷണൽ റൈഡേഴ്സ് കമ്പനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ലോഞ്ച് ചെയ്തതിന് ശേഷം തന്നെ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻബിൽറ്റ് റൈഡേഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ ഫ്ലെക്സി ഷീൽഡ് എന്ന പേരിലാണ് ഈ ഇൻബിൽറ്റ് റൈഡർ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അണ്ടറിൽ തന്നെ 3 കാറ്റഗറി ഓഫ് റൈഡേഴ്സ് കൊടുക്കുന്നുണ്ട് കമ്പനി. അതിൽ ആദ്യത്തെയാണ് നമുക്ക് റീസ്റ്റോർ ഇൻഫിനിറ്റി പ്ലസ്, രണ്ടാമത് ക്യുമുലേറ്റീവ് ബോണസ്, മൂന്നാമത് ഇൻഫ്ലേഷൻ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 റൈഡേഴ്സും നമുക്ക് സം അഷ്യൂർഡ്, അതായത് നമ്മുടെ ഇൻഷുറൻസിൻ്റെ കവറേജ് തുകയെ ബന്ധപ്പെട്ടിട്ടുള്ള റൈഡേഴ്സാണ് ഈ 3 റൈഡേഴ്സ്. ആദ്യത്തെ റൈഡറിലൂടെ നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ സംവിധാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. മുൻപ് നമുക്ക് പോളിസിയിൽ നമുക്ക് 1 ടൈം റീസ്റ്റോറേഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഒരു 10 ലക്ഷം രൂപയുടെ കവറേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേ വർഷത്തിൽ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 ലക്ഷം കൂടി റീസ്റ്റോർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആഡ് ഓൺ റൈഡർ വന്നതോടുകൂടി ഇനി അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ഒരു അക്ഷയപാത്രം പോലെ നമുക്ക് കവറേജ് ഉപയോഗിച്ച് തീരും തോറും നമുക്ക് കവറേജ് പുതിയതായിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്ത് റീചാർജ് ചെയ്ത് നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അപ്പോൾ ഈ സൗകര്യം വന്നതോടുകൂടി ഇനിയിപ്പോൾ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഡയാലിസിസോ പോലുള്ള നിരന്തരം നമുക്ക് കൂടുതൽ അഡ്മിഷൻ അടുപ്പിച്ച് തന്നെ വരേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പോലും യാതൊരുവിധ ഒരു പീരീഡ് എന്താ പറയുക, ഈ പോളിസിയിൽ നമുക്ക് ഈ റൈഡേഴ്സ് വന്നതോടുകൂടി സെയിം അസുഖമാണെങ്കിലും ഡിഫറൻറ്റ് അസുഖമാണെങ്കിലും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വേറെ ബാധകമൊന്നുമില്ലാതെ നമുക്ക് റീസ്റ്റോറേഷൻ വർക്കാവുന്നുണ്ട്. 45 ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നമുക്ക് ഈവൻ ക്യാൻസറസ് ആണെങ്കിലും ശരി ഡയാലിസിസ് ആണെങ്കിലും ശരി വിതൗട്ട് എനി വെയിറ്റിംഗ് പീരീഡ് നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ വഴി തന്നെ അപ് ടു സം അഷ്യൂർഡ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് 10 ലക്ഷം കവറേജ് എടുത്ത വ്യക്തിക്ക് സിംഗിൾ ബില്ലിൽ 10 ലക്ഷമാണ് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ അതേ വർഷം തന്നെ വേറെ ക്ലെയിമുകൾ ഡിഫറൻറ്റ് ക്ലെയിംസ് ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോൾ അതും നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ വഴി സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി രണ്ടാമത് റൈഡറിനെ കുറിച്ച് പരിചയപ്പെടാം. ക്യുമുലേറ്റീവ് ബോണസ് ഷീൽഡ്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഈ പോളിസിയിൽ 50% വെച്ചാണ് നമുക്ക് ബോണസ് നൽകുന്നത്. അതായത് 10 ലക്ഷം കവറേജ് എടുത്ത വ്യക്തിക്ക് ആദ്യത്തെ വർഷം ക്ലെയിം ഇല്ലെങ്കിൽ 50%, അതായത് 5 ലക്ഷം ബോണസ് നൽകുകയും രണ്ടാമത്തെ വർഷം വീണ്ടും ക്ലെയിം ഇല്ലെങ്കിൽ വീണ്ടും ഒരു 50% കൂടി കൂട്ടി ടോട്ടൽ 100% ആയിട്ട്, അതായത് 10 ലക്ഷം പോളിസി
പോളിസി എടുത്ത വ്യക്തിക്ക് വീണ്ടും ഒരു 10 ലക്ഷം രൂപ ബോണസ് ആയിട്ടാണ് നൽകുക. പക്ഷേ ഈ ബോണസിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് വല്ല ക്ലെയിം വന്നു കഴിഞ്ഞാൽ 50% ബോണസ് നമുക്ക് കുറയും. ഓക്കെ, വീണ്ടും ക്ലെയിം വന്നു കഴിഞ്ഞാൽ വീണ്ടും 50% ബോണസ് കുറയും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലെയിം എടുക്കുന്നത് പലർക്കും ഒരു ടെൻഷനാണ്, ചെറിയൊരു കവറേജ് വന്നു കഴിഞ്ഞാൽ ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോണസ് നഷ്ടപ്പെടും എന്നുള്ളത്. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള റൈഡറിൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ 50,000 താഴെയുള്ള ക്ലെയിമുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ബോണസിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത. അപ്പോൾ 50,000 താഴെ നമ്മൾ ക്ലെയിം എടുക്കുമ്പോൾ ബോണസ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അത് ആഡ് ഓൺ ആയി കൊണ്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് നല്ലൊരു കാര്യം. അടുത്തൊരു റൈഡറാണ് നമുക്ക് ഇൻഫ്ലേഷൻ പ്രൊട്ടക്റ്റ്. നമുക്ക് ഭയങ്കര വിലവർദ്ധനമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇൻഷുറൻസ് കവറേജ് കൂടി കൂടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈഡറാണ് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ പ്രൊട്ടക്റ്റ്. അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നൊക്കെ പറയപ്പെടുന്ന ഉപഭോക്തൃ വില സൂചിക എന്ന് നമ്മൾ പറയില്ലേ. അതായത് ഒരു വർഷത്തിൽ കാലണ്ടർ ഇയറിൽ നമുക്ക് കമ്പനി എത്രയാണോ നമ്മുടെ ഇൻഫ്ലേഷൻ അനുസരിച്ച് പെർസെൻറ്റേജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരു 6% ഈ വർഷത്തെ ഇൻഫ്ലേഷൻ എന്ന് കരുതുക. അപ്പോൾ നമ്മൾ എടുത്ത കവറേജ് 10 ലക്ഷം ആണെങ്കിൽ അതിന് 6%, അതായത് 60,000 രൂപ നമ്മൾ ഇൻഫ്ലേഷൻ്റെ ഒരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് കമ്പനി പോളിസി റിന്യൂ ചെയ്യുമ്പോൾ 10 ലക്ഷം പ്ലസ് 60,000, 10,60,000 ആയിട്ട് നമുക്ക് കവറേജ് വർദ്ധിപ്പിച്ച് തരുന്നു. അപ്പോൾ നമ്മുടെ കവറേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 3 റൈഡേഴ്സാണ് കമ്പനി ഇൻബിൽട്ട് ആക്കി വെച്ചിരിക്കുന്നത്. ആദ്യത്തെയാണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ. അത് സെയിം അസുഖമാണെങ്കിലും റിലേറ്റഡ് ആണെങ്കിലും അൺറിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കാണെങ്കിലും വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കൊടുക്കുന്നുണ്ട്. 45 ഡേയ്സിൻ്റെ ഗ്യാപ്പ് ഇല്ല, അപ് ടു സം അഷ്യൂർഡാണ് കൊടുക്കുന്നത്. ഫാമിലി ഫ്ലോട്ടർ പോളിസി ആണെങ്കിലും നമുക്ക് സിംഗിൾ ഹോസ്പിറ്റലൈസേഷൻ പരമാവധി അപ് ടു സം അഷ്യൂർഡാണ് നമുക്ക് കവറേജ് ലഭിക്കുക. രണ്ടാമത് ബോണസിനെ ബാധിക്കാത്ത രീതിക്കുള്ള ഒരു റൈഡറാണ്. നമുക്ക് ക്ലെയിം വന്നു കഴിഞ്ഞാൽ 50,000 താഴെ ക്ലെയിം വന്നാലും നമുക്ക് ബോണസിനെ എഫക്റ്റ് ചെയ്യാത്തുള്ള റൈഡറാണ് ക്യുമുലേറ്റീവ് ബോണസ് ഷീൽഡ്. മൂന്നാമത്തെ റൈഡർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അനുസരിച്ച് നമുക്ക് കവറേജ് വർദ്ധിപ്പിച്ച് തരുന്ന ഇൻഫ്ലേഷൻ പ്രൊട്ടക്റ്റ്. ഇത് മൂന്നും ഒരു പോളിസി 2025 ജനുവരി മുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ പോളിസിയിലും ഇൻബിൽട്ട് ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചാർജ് ചെയ്യപ്പെടുന്ന പ്രീമിയത്തിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഈ 3 റൈഡേഴ്സ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയുള്ള ധാരാളം ഓപ്ഷണൽ റൈഡേഴ്സ് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, ഓക്കെ, മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു റൈഡർ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആക്സിഡൻറ്റ് സുരക്ഷ എന്ന പേരിൽ നമുക്ക് ആക്സിഡൻറ്റിന് മാത്രം ഹോസ്പിറ്റലൈസേഷന് ഡബിൾ സം അഷ്യൂർഡ് ലഭിക്കുന്ന ഓപ്ഷൻ നമുക്ക് കമ്പനി ആഡ് ഓൺ റൈഡറായിട്ട് ഓപ്ഷണലായിട്ട് തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ABCD അസുഖങ്ങളായിട്ടുള്ള ആസ്മ, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് പൊതുവേ ഈ മെഡിക്കൽ പ്രീമിയർ പോളിസിയിൽ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് നമുക്ക് പോളിസി എടുക്കുമ്പോൾ വരുന്നത്. പക്ഷേ ഏതെങ്കിലും കസ്റ്റമർക്ക് നമുക്ക് അത് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ഡേ 1 മുതൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ അത്തരം അസുഖങ്ങൾ BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മയുള്ളവർക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ കവർ ചെയ്യുന്ന ഓപ്ഷനും കമ്പനി അധിക പ്രീമിയം അടയ്ക്കുമ്പോൾ ഓപ്ഷണലായിട്ട് നൽകുന്നുണ്ട്. അടുത്തൊരു റൈഡർ പറയുകയാണെങ്കിൽ ക്യാൻസർ കെയർ എന്ന് പറയുന്ന ഷോർട്ടായിട്ട് അറിയപ്പെടുന്ന ഈ ഒരു റൈഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് വരുന്ന സമയത്ത് ക്യാൻസറാണ് വരുന്നതെങ്കിൽ നമുക്ക് പോളിസി എടുത്ത് 30 ദിവസമാണ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ്. അതിനുശേഷം നമുക്ക് എപ്പോഴെങ്കിലും സ്പെസിഫൈഡ് സിവിയറിറ്റി ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ലക്ഷമാണോ നമുക്ക് കവറേജ് തുക 10 ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുത്തെങ്കിൽ ആ 10 ലക്ഷം രൂപ നമുക്ക് ലംസം പേ ഔട്ടായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുവേ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസികൾ അങ്ങനെയാണ്, ലംസം പേ ഔട്ടായിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലംസം പേ ഔട്ടായിട്ട് ലഭിക്കുന്നതാണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, നമുക്ക് ആ ക്യാൻസർ വന്ന് സ്ഥിരീകരിച്ച് നമുക്ക് 30 ദിവസം നമുക്ക് സർവൈവൽ ചെയ്യണം. അതായത് 30 ദിവസം നമ്മൾ ജീവിച്ചിരുന്നാൽ മാത്രമേ ഈ പറഞ്ഞ ലംസം പേ ഔട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇൻ കേസ് നമുക്ക് കൂടുതൽ ക്രിട്ടിക്കൽ ഇൽനെസ് 100ഓളം ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ചെയ്യണം, അതും 0 സർവൈവൽ പീരീഡിൽ ഒരു സെപ്പറേറ്റ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാറ്റ ഏജിയുടെ തന്നെ ക്രിട്ടി മെഡിക്കെയർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അടിപൊളി ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി കമ്പനീനെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം, കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ ഇങ്ങനെ പിന്നെ വുമൺ സുരക്ഷ എന്ന് പറഞ്ഞ് വുമൺസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റൈഡർ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ OPD, ഓക്കെ, ഔട്ട് പേഷ്യൻറ്റിന് കൂടുതൽ ഒരു കവറേജ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്ട്രാ പ്രീമിയം അടച്ചുകൊണ്ടുള്ള ഒരു ഓപ്ഷണൽ റൈഡർ കമ്പനി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വോളണ്ടറി ഡിഡക്റ്റബിൾ ചൂസ് ചെയ്തുകൊണ്ട് പ്രീമിയത്തിലൊരു കുറവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഡക്റ്റബിൾ എന്ന ഒരു ഓപ്ഷൻ അർത്ഥം ഫോർ എക്സാമ്പിൾ 50,000 രൂപയാണ് കമ്പനി ഡിഡക്റ്റബിളായിട്ട് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 50,000 രൂപ വരെയുള്ള പ്രീമിയം ഞാൻ ക്ലെയിം വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ പറയുകയാണ് നമ്മൾ അടച്ചോളാം, 50,000-ന് ശേഷമുള്ള ക്ലെയിം മാത്രം കമ്പനി തന്നാൽ മതി എന്നാണ് നമ്മുടെ താല്പര്യമെങ്കിൽ, നമുക്ക് പ്രീമിയം കുറവാക്കണം എന്നതാണ് പർപ്പസ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വോളണ്ടറി ഡിഡക്റ്റബിൾ 50,000 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പ്രീമിയം കുറച്ച് കുറവാക്കി തരും. പക്ഷേ നമുക്ക് ക്ലെയിം വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ 10 ലക്ഷം എടുത്ത പോളിസിയിൽ 50,000 ഡിഡക്റ്റബിളാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ നമുക്ക് ഒരു 1 ലക്ഷമാണ് ബില്ല് വരുന്നതെങ്കിൽ ആദ്യത്തെ 50,000 നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കണം, ബാലൻസ് 50,000 രൂപ കമ്പനി സെറ്റിൽ ചെയ്ത് തരും. അപ്പോൾ ഡിഡക്റ്റബിൾ ഇല്ലാതെ ഫുള്ളായിട്ട് പോളിസി എടുക്കാൻ തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. പക്ഷേ ഒരു റൈഡറായിട്ട് അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷണലായിട്ട് ധാരാളം റൈഡേഴ്സ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ
ഇൻബിൽട്ടായിട്ട് കമ്പനി കൊണ്ടുവന്നിട്ടുള്ള റൈഡേഴ്സിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിലേക്കും നമുക്ക് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോളിസി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.